ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകത്തിലേക്ക് സ്വാഗതം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ വിലക്കി ഫിഫ. AIFFന്റെ ഭരണത്തിൽ നിന്ന് പുറത്തുണ്ടായ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇത് ഫിഫയുടെ ചട്ടങ്ങൾ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിലക്ക്. ഒക്ടോബറിൽ ഇന്ത്യ വഹിക്കാനിരുന്ന അണ്ടർ-17 വനിതാ ലോകകപ്പ് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. എന്താണ് ഫിഫ? ഫുട്ബോൾ എന്ന കായിക കേളിയുടെ ഔദ്യോഗിക നടത്തിപ്പ് നിയന്ത്രിക്കുന്ന രാജ്യാന്തര സംഘടനയാണ് ഫിഫ അഥവാ ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ. 7 രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനയുടെ യോഗം 1904 ചേർന്നാണ് കായിക മത്സരങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായ ഫിഫ രൂപീകരിച്ചത്. ഈ രാജ്യങ്ങളെല്ലാം യൂറോപ്പിൽ നിന്നുള്ളവയായിരുന്നു. പാരീസിലായിരുന്നു ആസ്ഥാനം. റോബർട്ട് ഗ്യൂറിനാണ് ആദ്യ പ്രസിഡന്റ്. വളർന്നുകൊണ്ടിരുന്ന ഈ സംഘടനയ്ക്കേറ്റ ആഘാതമായിരുന്നു 1914 തുടങ്ങിയ ഒന്നാം ലോക മഹായുദ്ധം. സംഘടന ഇല്ലാതായേക്കുമോ എന്ന് ഫുട്ബോൾ പ്രേമികൾ ആശങ്കാകുലരായിരുന്നു. അപ്പോഴാണ് 1921 യൂൾ റിമെ ഫിഫയുടെ 3ാമത്തെ പ്രസിഡൻ്റാവുന്നത്. 33 കൊല്ലം അദ്ദേഹം പ്രസിഡൻ്റായി തുടർന്നു. സ്വന്തം ചോരയും നീരും കൊടുത്താണ് യൂൾ റിമെ ഫിഫയെ ഇന്നത്തെ സ്ഥിതിയിലെത്തിച്ചതെന്ന് പറയാം. യൂറോപ്പ് പോലും പുറംതിരിഞ്ഞു നിന്നിട്ടും യൂൾ റിമയ്ക്ക് കുലുക്കമുണ്ടായിട്ടില്ല. ഫുട്ബോളിന് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് ഉണ്ടാക്കാൻ 1928 യൂൾ റിമെ തീരുമാനമെടുത്തു. 1930 സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ കോപ്പ് കൂട്ടിയിരുന്ന ഉറുഗ്വേ ഈ ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറായി. ഉറുഗ്വേ ലോകകപ്പ് വിജയകരമായി സമാപിച്ചു. 1954 ഫിഫയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് യൂൾ റിമെ വിരമിച്ചപ്പോൾ സംഘടനയിലെ അംഗരാഷ്ട്രാംഗങ്ങളുടെ എണ്ണം 85 ആയിരുന്നു. യൂൾസിന് ശേഷം ഫിഫയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്ത 4ാമത്തെ പ്രസിഡന്റായ വില്യം സിൻഡ്രോയേഴ്സാണ് സംഘടനയുടെ 50ാം വാർഷികം നടത്തിയത്. 2018 അവസാനമായി ഫിഫ വേൾഡ് കപ്പ് നടന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.